ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെയുണ്ട് അച്ചു ആൻഡ് ഐശ്വര്യ. ഇപ്പോൾ ഒത്തിരി പേര് പറയുന്നൊരു കാര്യമുണ്ട്, നിങ്ങൾ രണ്ടുപേരും ഇപ്പൊ പ്രണയത്തിലായിട്ട് എത്ര വർഷമായി? അര വർഷം. എന്നാണ് ഓക്കെ, ഇന്ന് നിങ്ങൾ 1/2 വർഷം തികഞ്ഞ ആനിവേഴ്സറി ആണ്. 1/2 വർഷത്തിനുള്ളിൽ ഇത്രയും പ്രേമം വീട്ടിൽ പറിച്ചല്ലോ. അതിലെന്തൊക്കെയാ പാകതയില്ലേ? സീരിയസ്നെസ്. ഇപ്പൊ ഒത്തിരി പേര് പറയാറുണ്ട് ഫസ്റ്റ് ഇയർ ഓഫ് ലവ് ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും. ഇല്ലല്ലേ? ശരി. സെക്കൻഡ് തേർഡൊക്കെ ഒന്ന് ആ തേർഡ് ഇയർ ഒന്ന് കവർ ചെയ്ത് പാസ് ചെയ്ത് പോവാൻ ഭയങ്കര പാടാ. ഇപ്പോഴത്തെ പ്രണയങ്ങളൊന്നും സീരിയസ് അല്ല, അങ്ങനെയൊക്കെ. സോ ഇപ്പം 1/2 വർഷമായിട്ട് പ്രണയിക്കുന്ന ആളിലൂടെ ഞാൻ ചോദിക്കാം, പണ്ടത്തെ പോലെ പ്രണയം സീരിയസ് അല്ല എന്ന് അച്ഛനും അമ്മയും പറയുന്നുണ്ട്. അതിന് പിന്നിൽ എന്തെങ്കിലും കാണുമോ? നിങ്ങൾ തന്നെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ റിലേഷൻഷിപ്സ്? സോ ഇപ്പോഴത്തെ പ്രണയം പണ്ടത്തെ പോലെ അല്ല എന്നല്ല, കാരണം നമ്മുടെ ഇവിടുത്തെ ലൈഫ് സ്റ്റൈൽ കുറേ കൂടെ മാറിയിട്ടുണ്ട്. അപ്പം ആൾക്കാർ ശരിക്കും ഭയങ്കര എപ്പോഴും ബിഹേവിയറിനകത്ത് കുറെ കൂടെ ട്രൂ ആവുക എന്നുള്ളതാണ്. ഇപ്പം ലൈക്ക് ഗേൾ ഫ്രണ്ട് ബോയ് ഫ്രണ്ട് ആണെങ്കിലും എല്ലാവർക്കും ഒരു മാസ്കിന്റെ പുറകെ നിൽക്കുന്ന ഒരു ഫീലാണ് കംപ്ലീറ്റ്ലി എല്ലാവരും, ഇൻക്ലൂഡിങ് നമ്മളും എല്ലാവരും അങ്ങനെ തന്നെയാണ്. അപ്പം അത് കുറച്ചും കൂടെയൊക്കെ മാറി ആൾക്കാർ പറയാം ഇപ്പം എന്താണ്, ഇപ്പം ഞാനാണെങ്കിൽ പച്ചു എന്ന് പറയുന്ന ആൾ എന്താന്നുള്ളത് ഐശ്വര്യക്ക് കമ്മ്യൂണിക്കേറ്റ് ആയാൽ മാത്രമേ അവൾക്ക് എന്നോടും അതപ്പോഴേ ഇതൊക്കെ ലാസ്റ്റ് ചെയ്യും, പിന്നെ ഫൈനലി ഒരു മാരേജ് വരെയൊക്കെ എത്തത്തുള്ളൂ. തീർച്ചയായും. അല്ലാണ്ടുണ്ടെങ്കിൽ അത് നടക്കില്ല. ഇപ്പം ലൈക്ക് അങ്ങനത്തെ ഒരു കവേർഡ് ആയിട്ടുള്ള ഒരു ഫേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ എന്റെ വീട്ടിൽ പ്രസന്റ് ചെയ്ത ഈ സംഭവം ഇത്ര സ്മൂത്ത് ആയിട്ട് പൊക്കോണ്ടിരിക്കുന്നത്. വഴക്കുകളില്ല എന്നല്ല, ശരിക്കും ഏറ്റവും കൂടുതൽ വഴക്കുകളുള്ള റിലേഷൻ ഞങ്ങളുടെ തന്നെ ആയിരിക്കും. ഇല്ല, ഇതിന് കോമ്പറ്റീഷൻ ഒരുപാട് പേര് ഇവിടെ ഉണ്ട്. റിലേഷൻഷിപ്സിലെ വഴക്കിന് ഇഷ്ടംപോലെ കോമ്പറ്റീഷൻ ആളുണ്ട്. ബട്ട് സ്റ്റിൽ അപ്പം പണ്ടത്തെ പ്രണയത്തിന് അത്രയും മാധുര്യം അല്ലെങ്കിൽ അത്രയും ഒരു ട്രൂത്ത്ഫുൾ ആയിട്ടുള്ള റിലേഷൻഷിപ്സ് ഇപ്പം ഇല്ല എന്ന് പറഞ്ഞാൽ യോജിക്കുമോ? അതോ അത് നമ്മള് എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ് റിലേഷൻഷിപ്പ്. അയ്യടാ, പറഞ്ഞു പറഞ്ഞ് രക്ഷപ്പെടണം ഉണ്ടല്ലേ? യെസ് ഓർ നോ പറഞ്ഞാൽ മതി. കൂടുതൽ റിലേഷൻഷിപ്സ് എങ്ങനെയാന്ന് പറഞ്ഞാൽ മതി. ഡിപ്പെൻസ് ആൾക്കാരനുസരിച്ച്. ഇവിടെ എല്ലാ ചോദ്യത്തിൽ നിന്നും ഒഴിഞ്ഞു മാറുന്ന ഒരു കുട്ടിയാണ് എന്റെ കൂടെ ഇരിക്കുന്നത്, അച്ചു. അതുകൊണ്ട് ഞാൻ അടുത്ത ചോദ്യം ഐശ്വര്യയുടെ അടുത്താണ്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിലെ ഈ പാട്ടുകൾക്ക് ശേഷം അടുത്ത ചോദ്യം ഐശ്വര്യയുടെ അടുത്താന്ന് പറഞ്ഞപ്പോഴേ ഇവിടെ തലയ്ക്ക് കൈ കൊടുത്തിരിപ്പുണ്ട് ഒരാള്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഞാൻ റീനു, എൻ്റെ കൂടെ അച്ചു ആൻഡ് ഐശ്വര്യ. ഇപ്പൊ കൂടെയുള്ള ഒരുപാട് പേര് പ്രണയത്തിലാവുന്നുണ്ട്. ഇപ്പൊ നമ്മൾ വെൻ യു ആർ ഇൻ എ റിലേഷൻഷിപ്പ്, പൊസസീവ്നെസ്. Okay. Somebody is smiling. Okay. പൊസസീവ്നെസ്, അതുപോലെ ഹരാസ്മെന്റ് ഒക്കെ ഉള്ള ഒത്തിരി റിലേഷൻഷിപ്സ് ഉണ്ട്. ഈ പൊസസീവ്നെസ് കൂടിക്കഴിഞ്ഞാൽ പിന്നെ അത് ചെയ്യാൻ പാടില്ല, ഇത് ചെയ്യാൻ പാടില്ല. അങ്ങനെയാണ് ഒത്തിരി ബന്ധങ്ങളും തകരുന്നത് എന്നാണ് പറയുന്നത്. എങ്ങനെയാണ് പൊസസീവ്നെസ്സിനെ കുറിച്ച് പറയാറുള്ളത്? ഞാൻ ഭയങ്കര പൊസസീവ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. മീൻസ് ലൈക്ക് എക്സ്ട്രീംലി പൊസസീവ് കണ്ടാ തോന്നില്ല ആണ്. എക്സ്ട്രീംലി ലൈക്ക് എന്റെ ഈ ഒരു റിലേഷനിൽ മാത്രമല്ല, റൊമാൻസ് ലവ് അതിൽ മാത്രമല്ല, ലൈക്ക് ഈവൻ വിത്ത് മൈ മദർ, മൈ ഫാദർ, ബ്രദർ. ലൈക്ക് ഞാൻ ഒറ്റമോളാണ്, അല്ലാതെ ബ്രദർ ഉണ്ട് എനിക്ക്. ലൈക്ക് ഫ്രണ്ട്സിന്റെ അകത്ത് നിന്ന് ഭയങ്കര ക്ലോസ് ആയിട്ട് ബ്രദേഴ്സ് ഒക്കെ ഉണ്ടാവും. പക്ഷെ ഐ എം വെരി പൊസസീവ്. അങ്ങനെ ബ്രദർ റിലേഷനൊക്കെ തകർന്നു പോയിട്ടുണ്ട് എന്റെ പൊസസീവ്നെസ് കാരണം. പുള്ളിക്കാരൻ ലൈൻ അടിച്ചപ്പോ ഞാൻ ലൈക്ക് പ്രശ്നം ഉണ്ടാക്കി. കാര്യങ്ങൾ മനസ്സിലാവുന്നു. ശരി, അത്ര പൊസസീവ് ആണ് അച്ചു. ഒരുപാട് സുന്ദരി പെൺകുട്ടികളെ ദിവസവും സ്റ്റൈൽ ചെയ്ത് വിടുന്നില്ലേ? അതൊന്നും പ്രശ്നമില്ല. എനിക്കാണോ? ഐശ്വര്യക്ക് അത് പ്രശ്നം ഇല്ലാണ്ടില്ലെങ്കിലും കുഴപ്പമില്ല. എവിടേക്കും എന്തൊക്കെയോ പ്രശ്നം ഇല്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് പാർട്ട് ഓഫ് പ്രൊഫഷൻ. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ആവാറില്ല. ഇനിയിപ്പം ഡിപ്പെൻസ് ഇപ്പൊ ആരാ വന്ന് നിൽക്കുന്നതെന്ന് വെച്ചാൽ അതനുസരിച്ച്. ഐശ്വര്യ കേട്ടല്ലോ, ഷീ ഈസ് വെരി പ്രിറ്റി. സോ കോളേജിലും ഡെഫിനറ്റ്ലി ഒരുപാട് ആൺകുട്ടികൾ ആ കുട്ടിയുടെ പുറകെ നടക്കുന്നുണ്ടാവും. ഇടയ്ക്ക് നമുക്ക് ഇങ്ങനെ സ്വതസിദ്ധമായ ഇതൊക്കെ വരത്തില്ലേ, ഒരു പിടി, അസൂയ, ഒരു ജെൽസി, സംതിങ് ഉണ്ടല്ലേ? തുറന്ന് സമ്മതിക്കുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഐശ്വര്യയുടെ അടുത്ത് ഞാൻ ചോദിക്കട്ടെ, വാട്ട് യു തിങ്ക്? പണ്ടത്തെ പ്രണയം ഇപ്പോഴത്തെ പ്രണയത്തിന് വ്യത്യാസം വന്നിട്ടുണ്ട്. വാട്ട് യു ഫീൽ? കുറച്ചും കൂടി കൺവീനിയൻസിന് വേണ്ടിയിട്ട് പ്രേമിക്കുന്നവരുണ്ട് എന്നാണ് എന്റെ അഭിപ്രായം. ബട്ട് ട്രൂ ലവ് ഹാസൻ ഫേഡഡ് അവേ, ഇറ്റ് ഈസ് ദേർ. ബട്ട് കൺവീനിയൻസ് ബേസ്ഡ് ആയിട്ട് കുറെ റിലേഷൻസ് പോകുന്നുണ്ട്. അങ്ങനെയാണ്. അച്ഛൻ്റെ മുഖത്ത് ചിരി, സന്തോഷം എല്ലാം വരുന്നുണ്ട്. ക്ലബ് എഫ്എമ്മിലെ ലവ് ബൈറ്റ്സിൽ ഇതുപോലെ നിങ്ങൾക്കും പ്രണയകഥ ഷെയർ ചെയ്യാൻ ഞാൻ പലതവണ ഇത് തന്നെ പറഞ്ഞു. നമ്പർ 567-678 ഫോമാറ്റ് ക്ലബ് സി സ്പേസ് നിങ്ങളുടെ പേര്. ഇത് ലവ് ബൈറ്റ്സ് വിത്ത് റീനു, അച്ചു ആൻഡ് ഐശ്വര്യ. ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ക്ലബ് എഫ്എമ്മിൽ ഇത് ലവ് ബൈറ്റ്സ്, ഞാൻ റീനു, എൻ്റെ കൂടെയുണ്ട് ഐശ്വര്യ ആൻഡ് അച്ചു. ഇപ്പോൾ 6 months ആയിട്ടുള്ള പ്രണയമാണ്.
ഈ അടി ഉണ്ടാക്കിയ ദിവസങ്ങൾ ചുമന്ന മാർക്കിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ കലണ്ടറിൽ ഏത് നിറമായിരിക്കും കൂടുതൽ വരാ? ഇപ്പൊ നിങ്ങള് പ്രണയിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ലവ് ബൈറ്റ്സ് കേൾക്കുന്നുണ്ട്. വീട്ടുകാരെ എതിർക്കുന്നവർ ഒത്തിരി അങ്ങനെയാ. പിന്നെ ഇന്റർ കാസ്റ്റ്, ഇന്റർ റിലീജിയസ്, അങ്ങനത്തെ കുറേ സംഭവങ്ങൾ നടക്കും. ഇതെന്താ സംഭവം? ആണല്ലേ? വീട്ടിൽ പറയുമ്പോൾ വീട്ടിലിപ്പോ ഇവിടെ കുഴപ്പമില്ല, ഐശ്വര്യയുടെ വീട്ടിൽ പറയില്ലേ എന്തായിരിക്കും സംഭവിക്കുക? ഏതാണ്ട് എനിക്ക് തോന്നുന്നു ഇതോടുകൂടി ഇനിയിപ്പോ വീട്ടിലും അറിയാം. അടുത്ത ഇന്റർവ്യൂ വേറെ വീട്ടിൽ പറയുമെന്ന് പേടിയില്ലേ? ഐ മീൻ അറിയുമ്പോ പ്രശ്നം ഇല്ല, ബട്ട് അവരറിയേണ്ട കാര്യമാണല്ലോ എന്നായാലും. അപ്പൊ അവര് പറഞ്ഞിട്ട് ഞാനിപ്പോൾ ചത്ത് കളയും പറഞ്ഞ അറിയത്തില്ലല്ലേ? നമ്മള് തബു ചീനി കമ്പില് ചോദിച്ച പോലെ സോ കബ് എന്താണ് മരിക്കണേ, അതുപോലെ ആവോ? ഇല്ല, അവരങ്ങനെ ചോദിക്കില്ല എന്നൊരു വിശ്വാസമുണ്ട്. ആ വിശ്വാസം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കേണ്ട എന്ത് സംഭവിക്കാത്തത്. ഓക്കെ, ഇന്റർ കാസ്റ്റ്, ഇന്റർ റിലീജിയസ് അങ്ങനെ തട്ടത്തിൻ മറയത്തിൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. പക്ഷെ ഡു യു തിങ്ക് ഇറ്റ് ഈസ് ഈസി? ബിക്കോസ് 2 രീതികളാണ്, എല്ലാം ഡിഫറെന്റ് ആണ്. സോ അങ്ങനെയുള്ള പ്രണയിക്കുന്ന ഒരുപാട് പേര് ഇപ്പൊ കേൾക്കുന്നുണ്ടാവും. അതിനെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ബിക്കോസ് വളരെ ധൈര്യമായിട്ട് നിങ്ങൾ അങ്ങനെ ഒരു റിലേഷൻഷിപ്പിലോട്ട് വന്നിരിക്കുന്നവരാണ്. സോ വാട്ട് യു ഹാവ് ടു ടെൽ ദം ഈ ഇന്റർ കാസ്റ്റ്, ഇന്റർ റിലീജിയസ്? റിലീജിയന്റെ വ്യത്യാസം എന്നുള്ള ശരിക്കും ഒരു ബാരിയർ ആയിട്ട് തോന്നാറില്ല. എന്നാലും ലൈക്ക് അവര് ജീവിച്ചു വരുന്ന ഫാമിലി സെറ്റപ്പ് ഒക്കെ ആയിട്ട് ഒട്ടും അങ്ങോട്ട് ഇതാവുന്നില്ലെങ്കിൽ എത്രത്തോളം കുറെ കഷ്ടപ്പെടേണ്ടി വരും. അത് ഉറപ്പിച്ച് തന്നെയാണ് ഇറങ്ങുന്നത്, അറിഞ്ഞുകൊണ്ട് തന്നെയാണ്. ഈ പറയുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ, അതായത് 2 ആളുകൾ തമ്മിലുള്ളതല്ല, രീതികൾ ഭയങ്കര ഡിഫറെന്റ് അല്ലേ എന്നൊരു പേടി എല്ലാവർക്കും ഉണ്ട്. കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ്. അപ്പൊ അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡി ആണെങ്കിൽ മാത്രം നിങ്ങൾ ഇങ്ങനത്തെ റിലേഷൻഷിപ്സിന് പോയാൽ മതി എന്നാണ് അച്ചു ഐശ്വര്യം പറയുന്നത്. കേട്ടുകൊണ്ടിരിക്കുക ലവ് ബൈറ്റ്സ് വിത്ത് റീനു. ക്ലബ് FM-ൽ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. കേരളത്തിന്റെ നമ്പർ 1 FM ക്ലബ് FM-ൽ ഇത് ലവ് ബൈറ്റ്സ്. ഞാൻ റീനു, എൻ്റെ കൂടെയുണ്ട് അച്ചു ആൻഡ് ഐശ്വര്യ. അപ്പോൾ അവളുടെ പ്രണയ കഥ കേട്ടു. ഐ തിങ്ക് ഐ മീൻ ലവ് വിത്ത് യു പ്രപ്പോസലാണോ എന്ന് ഞാൻ ഇപ്പോഴും സംശയിക്കുകയാണ്. എന്താണേലും റിലേഷൻഷിപ്പ് ഇപ്പോൾ 6 months ആയി. പ്രണയിക്കുന്ന ഒരുപാട് പേര് ഇപ്പോൾ ലവ് ബൈറ്റ്സ് കേൾക്കുന്നുണ്ടാവും. 6 മാസം പ്രണയിച്ച ഒരു കാമുകൻ എന്ന നിലയിൽ അവർക്കുള്ളൊരു ലവ് മെസ്സേജ് എന്താണ്? 22 പ്രണയിക്കണം, എത്ര പേരെ പറ്റും അത്ര പേരെ പ്രണയിക്കണം, അതാണല്ലേ അച്ഛക്കായിട്ടല്ലേ? പച്ചു പറഞ്ഞാൽ മതി, എന്താണ് ഒരു മെസ്സേജ്? ലൈക് പ്രശ്നങ്ങളൊക്കെ എത്രത്തോളം വന്നാലും റിലേഷൻ സ്റ്റോപ്പ് ആവാണ്ട് പോകുന്നുണ്ടെങ്കിൽ അത് ലൈഫ് എൻഡ് വരെ കണ്ടിന്യൂ ചെയ്യുക. ദാറ്റ് ഈസ് എ ട്രൂ ലവ്. തുടങ്ങി. അവിടെ കൈയൊക്കെ വന്നു. ഓക്കെ, ശരി, എൻ്റെ കൈയും കൂടെ ഞാൻ വധിച്ചു. ഓക്കെ, ക്ലബ് FM-ൽ ലവ് ബൈറ്റ്സ് ഇവരെ ഞാനിപ്പം വിടാന്ന് വെച്ചാൽ ഐശ്വര്യനെ വിടാണ്, പാവല്ലേ. അച്ചുവിൻ്റെ അടുത്ത് കുറേ സ്റ്റൈൽ ടിപ്സ് ഒക്കെ ചോദിക്കാനുണ്ട്. ഫാഷൻ സ്റ്റൈലിസ്റ്റ് എന്നാ പറഞ്ഞത്. സോ ഒരു 1:30-2 മണിയൊക്കെ വിടാൻ തീരുമാനിച്ചിട്ടുള്ളൂ. റീനു, അച്ചു ആൻഡ് ഐശ്വര്യ സൈനിങ് ഓഫ് ഫ്രം ക്ലബ് FM's ലവ് ബൈറ്റ്സ്. ബിഫോർ ഐ ഗോ ലെറ്റ് മീ സേ കീപ് ലവിങ് ആൻഡ് സ്റ്റേ അഡിക്റ്റഡ്. കാരണം ഇവിടെ മാത്രം ടൺ കണക്കിന് റൊമാൻസ്. ഗുഡ് നൈറ്റ്. Good night.